വ്യാജ ബോംബ് ഭീഷണികളിലൂടെ പോലീസിനെ വട്ടം ചുറ്റിച്ച യുവാവ് വലയിലായി. ദില്ലി സ്വദേശിയായ നിതിൻ ശർമ്മയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, രാജ്ഭവൻ എന്നിവിടങ്ങളിലേക്കാണ് നിതിൻ ശർമ്മ ബോംബ് ഭീഷണി സന്ദേശം അയച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി ബോംബ് ഭീഷണികൾ മൂലം ചെറിയ തലവേദനയൊന്നുമല്ല തിരുവനന്തപുരത്തെ പോലീസിനുണ്ടായിട്ടുള്ളത്. അതിൽ ചിലതിന് പിന്നിൽ പ്രവർത്തിച്ച വിരുദ്ധനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 4 തവണയാണ് നിതിൻ ശർമ്മ വ്യാജ ബോംബ് ഭീഷണിയിലൂടെ പോലീസിനെ പറ്റിച്ചത്. ആദ്യ ഭീഷണി ഇമെയിൽ വഴി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉടൻ പൊട്ടിത്തെറിക്കുമെന്നുമായിരുന്നു ഭീഷണി. പാഞ്ഞെത്തിയ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അരിച്ചുപെറുക്കി. പക്ഷേ ബോംബ് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വിമാനത്താവളത്തിലേക്കും രാജ്ഭവനിലേക്കും സമാനമായ ഭീഷണിയെത്തി. ഒരിടത്തും പരിശോധനയിൽ ആശങ്കയുണ്ടാക്കുന്നതൊന്നും കണ്ടെത്തിയില്ല. ഇമെയിലുകളുടെ ഉറവിടം തേടി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മൈസൂരിൽ നിന്ന് നിതിൻ ശർമ്മ പിടിയിലായത്. പിന്നാലെ മൈസൂർ പോലീസ് നിതിൻ ശർമ്മയെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് കൈമാറി. നിലവിൽ സംസ്ഥാനത്ത് 4 കേസുകൾ നിതിൻ ശർമ്മയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 കേസുകൾ തിരുവനന്തപുരം സിറ്റി പോലീസ് പരിധിയിലും 1 കേസ് മൂന്നാർ സ്റ്റേഷനിലുമാണ്. നിതിൻ ശർമ്മയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ 40 വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മറ്റു സന്ദേശങ്ങൾ അയച്ചത് ആരാണെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.